ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം അനന്തസംസാരസമുദ്രതാര നൗകായിതാഭ്യാം ഗുരുഭക്തിദാഭ്യാം വൈരാഗ്യസാമ്രാജ്യതപൂജനാഭ്യാം നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാം. ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും എൻ്റെ വിനീത പ്രണാമം. ഗുരുദർശനം ബ്രഹ്മവിദ്യാ പഠന ഗ്രൂപ്പിൽ ഗുരുവിനെ അറിയാനും ഗുരുപദത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ സാരഥി ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം അവർകൾ, പ്രിയ ആചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദ് അവർകൾ, പ്രിയ ഗുരുനാഥൻ ശ്രീ ചേന്നമംഗലം പ്രതാപൻ അവർകൾ, ആത്മന്മാർ, ആത്മജിജ്ഞാസുക്കളായ പ്രിയ പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ രത്നാംബിക ശിവാനന്ദൻ. നാം ഇവിടെ ഈശാവാസ്യോപനിഷത്തിൻ്റെ 14 മന്ത്രങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 15-ാം മന്ത്രത്തിൻ്റെ അർത്ഥവിചിന്തനവും ആലാപനവുമാണ് നടത്തുന്നത്. 15-ാം മന്ത്രം. ഓം ഹിരണ്മയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷന്നവാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഭാഷ. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിന്മുഖം തുറക്കുക നീ ഭൂഷൻ സത്യധർമ്മന്നു കാണുവാൻ. ഓം ഹിരണ്മയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷന്നവാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഭാഷ. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിന്മുഖം തുറക്കുക നീ ഭൂഷൻ സത്യധർമ്മന്നു കാണുവാൻ. സത്യത്തിൻ്റെ മുഖം സ്വർണപാത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ജഗത്തിനെ പോഷിപ്പിച്ചു നിൽക്കുന്ന പൂഷാവേ, സൂര്യദേവ, സത്യധർമ്മനായ എനിക്ക് കാണുവാനായി അങ്ങ് ആ മൂടിയെ മാറ്റിത്തന്നാലും. ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഹിരണ്മയേന, സ്വർണമയമായ, പാത്രേണ, പാത്രം കൊണ്ട്, സത്യസ്യാഭിഹിതം മുഖം, സത്യസ്യ മുഖം, അതായത് സത്യത്തിൻ്റെ മുഖം, അഭിഹിതം, മൂടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നു. ഹേ പൂഷൻ, അല്ലയോ പൂഷാവേ, സൂര്യദേവ, സത്യധർമായ, സത്യധർമ്മനായ എനിക്ക്, ദൃഷ്ടയെ, കാണുന്നതിനായി, ത്വം, നീ, അവിടുന്ന്, അപാവൃണു, മാറ്റിത്തന്നാലും. ഒന്നുകൂടി അർത്ഥം പറയാം. ഹിരണ്മയേന, സ്വർണമയമായ, പാത്രേണ, പാത്രം കൊണ്ട്, സത്യസ്യാഭിഹിതം മുഖം, സത്യസ്യ മുഖം, അതായത് സത്യത്തിൻ്റെ മുഖം, അഭിഹിതം, മൂടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നു. ഹേ പൂഷൻ, അല്ലയോ പൂഷാവേ, സൂര്യദേവ, സത്യധർമായ, സത്യധർമ്മനായ എനിക്ക്, ദൃഷ്ടയെ, കാണുന്നതിനായി, ത്വം, നീ അല്ലെങ്കിൽ അവിടുന്ന്, അപാവൃണു, മാറ്റിത്തന്നാലും, അല്ലയോ സൂര്യദേവ, അങ്ങ് അതിനെ മാറ്റിയാലും. ഏതിനെ? ആ സ്വർണ്ണ നിറമുള്ള പാത്രത്തെ. സത്യധർമ്മനായ എനിക്ക്, സത്യത്തെയും ധർമ്മത്തെയും അനുസരിച്ച് പോകുന്നതായ എനിക്ക് കാണാൻ വേണ്ടി ആ ഹിരണ്മയമായ പാത്രത്തെ മാറ്റിയാലും. ഓം
ഹിരണ്മയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ. മൂടപ്പെടുന്ന പൊൻപാത്രം കൊണ്ടു സത്യമതിന്മുഖം തുറക്കുക നീ ഭൂഷൻ സത്യധർമ്മന്നു കാണുവാൻ. സത്യത്തിന്റെ മുഖം ഹിരണ്മയമായ പാത്രം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അല്ലയോ എല്ലാറ്റിനെയും പോഷിപ്പിക്കുന്നവനെ ഭഗവാനെ, സത്യധർമായ ദൃഷ്ടയെ സത്യധർമ്മങ്ങളുടെ സാക്ഷാത്കാരത്തിനായി ത്വം തത്തപാവൃണു മൂടപ്പെട്ടിരിക്കുന്ന ആ മറ നീ നീക്കിയാലും. സത്യം നിത്യമായതും നാശരഹിതവുമാണ്. എന്നും വിജയിക്കുന്ന തത്വം സത്യം തന്നെയാണ്. സത്യമേവ ജയതേ ന അനൃതം എന്നാണ് ഉപനിഷത്ത് വാക്യം. ആ സത്യം ധർമ്മവുമാണ്. ധർമ്മ സർവത്ര വിജയി എന്ന് ഗുരു ധർമ്മം എന്ന ജ്ഞാനാമൃതത്തിലും. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നിങ്ങു സർവദാ, അധർമ്മവും ജയിക്കുന്നില്ല സത്യവും ഒരിക്കലും എന്ന് സദാചാരത്തിലും വ്യക്തമാക്കുന്നുണ്ട്. ആ സത്യത്തിൻ്റെ മുഖം സ്വർണപാത്രത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ്. സ്വർണം ഭ്രമിപ്പിക്കുന്ന മായ തന്നെയാണ്. നിത്യസത്യമായ ബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ ഭാവം മായയാൽ ആവൃതവുമാണ്. കാലാദിയായ മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതി മെയ് മേലാകെ മൂടുവതിനാലാരുമുള്ളത് ഉള്ളതറിവിലാകമാന്ത നിലയേ. ജനനി നവരത്നമഞ്ജരിയിൽ ഗുരു ഇപ്രകാരം പറയുന്നു: ദേശകാല രൂപാദികളായ ഏറ്റവും മൃദുവും മനോഹരവുമായ നൂലിനാൽ നെയ്തെടുത്ത മനോഹര വസ്ത്രത്താൽ ലോകജനനിയുടെ യഥാർത്ഥ ഭാവം മൂടപ്പെട്ടിരിക്കുകയാണ്. ഉള്ളതറിയുവാൻ, അതായത് സത്യം ഗ്രഹിക്കുവാൻ ആർക്കും സാധിക്കുന്നേയില്ല. സത്യധർമ്മനായ ഒരാൾക്ക് ആത്മജ്ഞാനം അനുഭവിക്കുവാൻ ജ്ഞാനത്തെ മൂടപ്പെട്ടിരിക്കുന്ന മായയാകുന്ന സ്വർണപാത്രത്തെ മാറ്റേണ്ടതുണ്ട്. സത്യത്തെയും ധർമ്മത്തെയും മാർഗവും ലക്ഷ്യവുമാക്കുന്നവനാണ് സത്യധർമ്മൻ. സത്യധർമ്മൻ ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭൂതനാണ്. ഓം ഹിരണ്മയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയേ. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിന്മുഖം തുറക്കുക നീ ഭൂഷൻ സത്യധർമ്മന്നു കാണുവാൻ. ഹിരണ്മയേന പാത്രേണ സ്വർണപാത്രം കൊണ്ട് സത്യത്തിൻ്റെ മുഖത്തെ എന്ന് പറയുന്നത് പ്രവേശന കവാടം മൂടിയിരിക്കുന്നു. അഭിഹിതം, നാം സത്യത്തെ അന്വേഷിക്കുന്നവരാണ്. സത്യം ബ്രഹ്മമാണ്. സത്യജ്ഞാന അനന്തം ആനന്ദം ബ്രഹ്മ. സത്യജ്ഞാനം അനന്തം ബ്രഹ്മ. സത്യം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. സ്വർണപാത്രം കൊണ്ട് സത്യത്തിൻ്റെ മുഖം മൂടിയിരിക്കുന്നു. എന്തിന്? മഹത്തായതിനെ അറിയാതിരിക്കാൻ. സ്വർണപാത്രം കൊണ്ട് സത്യത്തിൻ്റെ മുഖം മറച്ചിരിക്കുന്നു. അതിനെ തത്വം ഭൂഷൻ, അല്ലയോ ഭൂഷാവേ, നീ അതൊന്ന് നീക്കിയാലും, സ്വർണത്തളികെ ഒന്ന് മാറ്റിയാലും. സൂര്യദേവ, നീ ആ സ്വർണപാത്രത്തെ ഒന്ന് നീക്കിയാലും. എന്തിന്? സത്യത്തിൻ്റെ മുഖം സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു. നീ അതൊന്ന് നീക്കിയാലും സത്യധർമ്മനായ ഞാനൊന്ന് കാണട്ടെ. പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ പല റൂട്ടുകൾ ഉണ്ടാകാം. ചിലതിന് ഒരു റൂട്ട് മാത്രം, ഒരു വഴി മാത്രം. മുഖ്യപദത്തിലെത്താൻ ഒരു വഴി മാത്രം. ഏതാണ് അത്? ധ്യാനമാർഗം മാത്രമാണ്. മുഖ്യപദത്തിലെത്താൻ ജ്ഞാനം മാത്രം മതി. അവിദ്യാപരമായ സുഖലോലുപത, നാം അതിൽ മുഴുകിയാൽ ജ്ഞാനം കിട്ടില്ല. പിന്നെ ഭൗതികമായിരിക്കുന്ന വിഷയസുഖങ്ങളിൽ നിന്നും മാറിയാൽ മാത്രമേ ആത്മജ്ഞാനത്താൽ ബ്രഹ്മാനന്ദം സാധ്യമാകൂ.
സത്യമെന്ന് പറയുന്ന ആ ബ്രഹ്മസത്യത്തെ, സത്യജ്ഞാനം അനന്തം ബ്രഹ്മ, സത്യത്തിൻ്റെ മുഖം ഏകോനവിംശതി മുഖ അടച്ചു വെച്ചിരിക്കുന്നത് സ്വർണപാത്രം കൊണ്ടാണ്. നമ്മൾ ആ സ്വർണപാത്രത്തിൻ്റെ അപ്പുറത്തെത്തണം. അവിടെ സത്യമുണ്ട്. ആ സത്യത്തെ അറിയാൻ സ്വർണം കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പരമപദത്തിലേക്ക് നയിക്കുന്ന ആ പാത കാണിച്ചു തരുവാൻ പൂഷാവിനോട് അപേക്ഷിക്കുകയാണ്. ഒരു ഗുരുവിൽ നിന്ന് നമുക്ക് ആത്മജ്ഞാനം ലഭിക്കൂ. സത്യധർമ്മന് അല്ലെങ്കിൽ സത്യധർമ്മന് മാത്രമേ മുക്തി അല്ലെങ്കിൽ മോക്ഷം ലഭിക്കൂ. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷന്നഭാവൃണു സത്യധർമായ ദൃഷ്ടയേ. സ്വർണാഭമായ പാത്രം കൊണ്ട് സത്യത്തിൻ്റെ മുഖം മറച്ചിരിക്കുന്നു. തത്വം ഭൂഷന്നഭാവൃണു, അതിനെ ഒന്ന് മാറ്റിയാലും, ആ സ്വർണത്തളികയെ ഒന്ന് മാറ്റിയാലും മഹത്തായതിനെയൊക്കെ സ്വർണത്തളിക കൊണ്ട് മൂടിയിരിക്കുന്നു. സ്വർണപാത്രത്തിൻ്റെ മഹത്വത്തിൽ സത്യം അറിയാതെ പോയേക്കാം. സത്യം അറിയാൻ ആ സ്വർണമായ അല്ലെങ്കിൽ സ്വർണമയമായ പാത്രം ഒന്ന് മാറ്റിയാലും എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വർണത്തളിക കൊണ്ട് സത്യത്തിൻ്റെ മുഖം മറച്ചിരിക്കുന്നു. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷന്നഭാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഹിരൺമയേന സ്വർണാഭമായ തളിക കൊണ്ട് സത്യത്തിൻ്റെ മുഖം മറച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനെ, അല്ലയോ പൂഷാവേ, നീ ഒന്ന് അഭാവൃണു മാറ്റിത്തന്നാലും ഈ സ്വർണപാത്രത്തെ മാറ്റി ഞാൻ ആ സത്യത്തിൻ്റെ മുഖമൊന്നു കാണട്ടെ. സത്യധർമ്മന് കാണാൻ, എന്തു കാണാൻ? സത്യത്തെ കാണാൻ. ആ സത്യധർമ്മനായ എനിക്ക് ആത്മാവിനെ, സത്യത്തെ, ബ്രഹ്മത്തെ ദർശിക്കാൻ, അനുഭവിക്കാൻ, അതിനുവേണ്ടി ആ സ്വർണത്തളിക ഒന്ന് മാറ്റിയാലും സത്യത്തെ ദർശിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ: ഗുരുവിനെ ശരണം പ്രാപിക്കുക. എന്തിനാണ്? ആത്മജ്ഞാനം നേടാൻ. നമുക്ക് ദേവതാരാധന നടത്താം. വാചികം, കായികം, മാനസികം, ഇവ ഇങ്ങനെയൊക്കെ ആരാധിച്ചാലും ജ്ഞാനം ലഭിക്കില്ല. പഞ്ചമഹായജ്ഞത്തിൽ 4 യജ്ഞങ്ങൾ, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മാനുഷിക യജ്ഞം, ദേവയജ്ഞം, ഇവ ചെയ്താലും നമുക്ക് മുക്തി കിട്ടില്ല. അതിന് ആത്മജ്ഞാനം വേണം. ഗുരുവായ പൂഷാവിനോട് അപേക്ഷിക്കുകയാണ്. അല്ലയോ പൂഷാവേ, ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷന്നഭാവൃണു സത്യധർമായ ദൃഷ്ടയേ. സത്യത്തിൻ്റെ മുഖം മറച്ചിരിക്കുന്ന സ്വർണപാത്രം ഒന്ന് മാറ്റുക. സത്യധർമ്മനായ എനിക്ക് സത്യത്തെ ദർശിക്കാൻ ആത്മജ്ഞാനം വേണം, ഗുരു വേണം. ജപയോഗങ്ങൾ ചെയ്താൽ ആത്മജ്ഞാനം കിട്ടില്ല. മുക്തി ലഭിക്കാൻ ആത്മജ്ഞാനം വേണം. ഇതിനെ ഗുരുവിനെ ശരണം പ്രാപിക്കണം. ഭൗതിക ജീവിതം സ്വർണപാത്രം പോലെ ഇരിക്കുകയാണ്. ഭൗതിക സമ്പത്ത്, പേരും പ്രതാപവും എല്ലാം സ്വർണപാത്രം പോലെ വിളങ്ങുന്നു. അതിൽ മോഹിതനായാൽ അവൻ്റെ അവസ്ഥ ഈയാമ്പാറ്റയെ പോലെ ആകും. എടുത്തു ചാടി പെട്ടുപോകും. അതുകൊണ്ട് സൂര്യനോട് പറയുകയാണ്, സത്യത്തിൻ്റെ മുഖം മൂടപ്പെട്ടിരിക്കുന്നു ആ സ്വർണാഭമായ പാത്രം കൊണ്ട്. അതുകൊണ്ട് ഹേ പൂഷാവേ, നീ ആ സ്വർണപാത്രം ഒന്ന് നീക്കം ചെയ്താലും, എന്തിന്? സത്യധർമ്മനായ എനിക്ക് സത്യത്തെ കാണുവാൻ വേണ്ടി ആ സ്വർണമയമായ പാത്രത്തെ ഒന്ന് നീക്കിയാലും. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷന്നഭാവൃണു സത്യധർമായ ദൃഷ്ടയേ. അജ്ഞാനജന്യമായിട്ടുള്ള ഭൗതികതയിലുള്ള അതിമോഹത്തെ ഇല്ലായ്മ ചെയ്യണം. ഇതിന് ജ്ഞാനം വേണം. ജ്ഞാനം കിട്ടണമെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് പോകണം. ശ്രദ്ധയോടെ കേട്ട് മനനം ചെയ്യണം. ജ്ഞാനം എല്ലാവർക്കും കിട്ടില്ല. അത് കിട്ടാൻ ഒരു മനസ്സ്, ഒരു വിൽ പവർ വേണം. അത് പറഞ്ഞു തരുവാൻ ഒരു ഗുരു വേണം. ഇവ രണ്ടുമുണ്ട്. പക്ഷേ നമുക്ക് സമയമില്ല.
സൂര്യനിൽ ഇരുട്ടില്ല, അവിടെ ഡേ ഉണ്ട്, നൈറ്റ് ഇല്ല. സമയം ഇല്ല എന്ന് പറയുന്നവന് ജ്ഞാനം കിട്ടുമോ? ഇല്ല. അതിനായി ഒരു ഗുരു വേണം. ഉപനിഷത്ത് വെറുതെ വായിച്ചാൽ മനസ്സിലാകില്ല. ഭൗതിക വിഷയങ്ങളിലുള്ള ആസക്തി ഇല്ലാതാവണം. അത് ജ്ഞാനം ലഭിച്ചാൽ മാത്രമേ മാറൂ. ഹിരണ്മയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷന്നവാവൃണു സത്യധർമായ ദൃഷ്ടയേ. അതുകൊണ്ട് സത്യത്തിന്റെ മുഖത്തെ മറച്ചു വെച്ചിരിക്കുന്ന സ്വർണപാത്രം മാറ്റുവാൻ സൂര്യദേവനോട് യാചിക്കുകയാണ്. അതുകൊണ്ട് ഒരാളും സ്വർണപാത്രം മാറ്റി പ്രവേശന കവാടത്തിലേക്ക് കടക്കുന്നില്ല. അതിന് ജ്ഞാനം വേണം. വിശ്വവിജ്ഞാനിയായ സൂര്യദേവനോട് അപേക്ഷിക്കുകയാണ്. ഹിരൺമയമായ ആ പാത്രം മാറ്റി സത്യധർമ്മനായ എനിക്ക് കാണുവാനായി. എല്ലാവർക്കും സത്യത്തെ കാണാൻ കഴിയില്ല. സത്യവും ധർമ്മവും ഉള്ളവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ സത്യം പറയുകയും ധർമ്മം പ്രവർത്തിക്കുകയും വേണം. സത്യാന്വേഷിക്ക്, നിത്യാനന്ദദാഹിക്ക് ഈശ്വരന്റെ പ്രസാദമല്ല ആവശ്യം, ഈശ്വരൻ തന്നെയായി തീരുക എന്നതാണ്. ഈശ്വരന്റെ അനുഗ്രഹം എന്നത് ഈശ്വരനെ മറച്ചിരിക്കുന്ന പൊൻകിരണങ്ങളാണ്. സത്യാന്വേഷിക്ക് അതാവശ്യമില്ല. സത്യദർശന തൽപരനായ സാധകൻ സത്യത്തെ പൊൻകിരണങ്ങൾ വിതറുന്ന പൊൻതളികയാൽ മറച്ചിരിക്കുന്ന സൂര്യനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ പൂഷാവേ, സത്യധർമ്മനായിരിക്കുന്ന എനിക്ക് സത്യത്തെ കാണുവാൻ വേണ്ടി ആ പൊൻപാത്രത്തെ മാറ്റുക. ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷന്നഭാവൃണു സത്യധർമായ ദൃഷ്ടയേ. മൂടപ്പെടുന്ന പൊൻപാത്രം കൊണ്ടു സത്യമതിന്മുഖം തുറക്കുക നീ ഭൂഷൻ സത്യധർമ്മന്നു കാണുവാൻ. ചാക്ഷുഷോപനിഷത്ത് മന്ത്രിക്കുന്നു. തമസോമാ ജ്യോതിർഗമയ. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിച്ചാലും. എന്നാൽ ഈശാവാസ്യോപനിഷത്തിൽ സാധകൻ സൂര്യനോട് പ്രാർത്ഥിക്കുന്നു. അല്ലയോ സൂര്യ, സത്യത്തെ മറച്ചിരിക്കുന്ന പൊൻപ്രകാശത്തെ മാറ്റിയാലും. ഇത് രണ്ടും പ്രഥമ ദൃഷ്ടിയ വിരോധാഭാസമായി തോന്നാം. ഒരു ഉപനിഷത്ത് ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിച്ചാലും എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു ഉപനിഷത്ത് സത്യത്തെ ദർശിക്കാൻ പ്രകാശത്തെ മാറ്റിയാലും എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എന്താണ് ഇരുളെന്നും എന്താണ് പ്രകാശമെന്നും നാം സാമാന്യമായി അറിയാത്തിടത്തോളം ഇത് ചിന്താപരമായ ഒരു വൈകാരിക പ്രഹേളിക തന്നെ സൃഷ്ടിക്കും. ഇരുട്ടും പ്രകാശവും വിരുദ്ധ സ്വഭാവത്തോടെയുള്ള രണ്ട് പ്രകൃതിയാണ്. അവയ്ക്കൊരിക്കലും ഒന്നിച്ച് നിലനിൽപ്പില്ല. അരിസ്റ്റോട്ടിൽ പറയുന്നത് ഇരുട്ടും പ്രകാശവും തന്നെയാണെന്നാണ്. ഇവ രണ്ടും ഒരിക്കലും ഒന്നിച്ചിരിക്കില്ല എന്നാണ്. എന്നാൽ സോക്രട്ടീസ് പറയുന്നു, പ്രകാശത്തിന്റെ അപര്യാപ്തത ഇരുട്ടാണ്, ഇരുട്ടിന്റെ അപര്യാപ്തത പ്രകാശവുമാണ്. ഇരുളിൽ കണ്ണിന് കാഴ്ചയില്ല. എന്നാൽ ഏതൊരു ഗാഠമായ ഇരുട്ടിലും അല്പസമയം ഇരുന്നാൽ ചെറിയ കാഴ്ച അനുഭവപ്പെടുന്നു. അപ്പോൾ ഇരുട്ടിലും പ്രകാശമുണ്ടെന്ന് അറിയാം. ഇതേപോലെ അതിശക്തമായ പ്രകാശത്തിൽ യാതൊന്നും കാണാൻ കഴിയുന്നില്ല. അവിടെ കണ്ണ് തുറക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ പ്രകാശത്തിൽ ഇരുളുമുണ്ടെന്ന് അറിയാം. ഈ അനുഭവത്തിൽ നിന്നും ഇരുളും വെളിച്ചവും രണ്ടല്ല, ഒരേ സത്യത്തിന്റെ രണ്ട് വ്യത്യസ്താവസ്ഥ, ദ്വന്ദ്വാവസ്ഥ ആണെന്ന് അറിയാം. ദ്വന്ദ്വാവസ്ഥയ്ക്ക് അതീതമായ നിത്യതയാണ് അദ്വൈതം. അതാണ് അറിയേണ്ടുന്ന, ദർശിക്കേണ്ടുന്ന സത്യം. നാം ശരിയായ പ്രകാശത്തെ കാണുന്നില്ല. പ്രത്യുത കാണുന്നത് പ്രകാശം പ്രസരിപ്പിക്കുന്ന വസ്തുവിനെ മാത്രമാണ്. സൂര്യൻ അസ്തമിച്ചാലുടൻ ഇരുൾ പരക്കുന്നില്ല. ഇരുളിനും വെളിവിനുമിടയിൽ ഒരവസ്ഥയുണ്ട്. ഇതിനെ സന്ധ്യ എന്ന് പറയുന്നു. ഇതേപോലെ പ്രഭാതത്തിലും ഒരു സന്ധ്യയുണ്ട്. ഈ അവസ്ഥ പകലുമല്ല രാത്രിയുമല്ല. വേദാന്തപരമായി പറഞ്ഞാൽ സത്യമല്ല, അസത്യമല്ല. സത്യാന്വേഷിയായ സാധകൻ ഇരുളിനെയും വെളിവിനെയും കടന്ന്, അഥവാ സത്യത്തെ മറച്ചിരിക്കുന്ന
പൊൻകിരണം വീശുന്ന പൊൻപാത്രമാകുന്ന മൂടി മാറ്റി സത്യത്തെ ആനുഭൂതികമാക്കി സത്യം തന്നെയായി മാറുന്ന അവസ്ഥയ്ക്ക് സമാനമായി നടത്തുന്ന സായം സന്ധ്യ. പൊൻകിരണം വീശുന്ന പൊൻപാത്രമാവുന്ന മൂടി മാറ്റി കിട്ടി സത്യത്തെ ആനുഭൂതികമാക്കി സത്യം തന്നെയായി മാറുന്ന അവസ്ഥയ്ക്ക് സമാനമായി നടത്തുന്ന സായം സന്ധ്യ. പ്രഭാത സന്ധ്യ ഈശ്വരാരാധനകൾ അത്യന്തം അർത്ഥവത്താണ്. അനുപമേയമായ ഈ ആനുഭൂതികതയെ പൊൻപ്രകാശത്തിൽ പ്രലോഭിതരായവർക്ക് അഥവാ ധ്യാനത്തിലൂടെ സംഭവിക്കുന്ന അഷ്ടസിദ്ധി എന്ന സമ്മോഹന മഹിമയിൽ മയങ്ങുന്നവർക്ക് ലഭിക്കുകയില്ല. ശരിയായ ലക്ഷ്യബോധമുള്ള തപസ്സി ഈ സമ്മോഹനമായ പൊൻകിരണങ്ങൾ കാണുമ്പോൾ അതുവരെ മൗനമായിരുന്നു ധ്യാനിച്ചിരുന്ന അവസ്ഥയിൽ നിന്നും മാറി ഈശ്വരനോട് ഉറക്കെ പ്രാർത്ഥിക്കുന്നു. അലയോ ദൈവമേ അഥവാ പൂഷാവേ, സത്യത്തിൻ്റെ മുഖം മറച്ചിരിക്കുന്ന പൊൻകിരണം വീശുന്ന പൊൻതളിക മാറ്റി ഈ സത്യധർമ്മന് സത്യത്തെ ദർശിപ്പിച്ചാലും നമുക്ക് ഈശ്വരൻ്റേതല്ല, ഈശ്വരനെയാണ് ആവശ്യം എന്ന ശ്രീരാമകൃഷ്ണ വചനാമൃതം ഇവിടെ ആലോചനാമൃതമാണ്. സത്യത്തെ മറച്ചിരിക്കുന്ന പൊൻകിരണം മാറ്റുക എന്നത് മഹത് പ്രാർത്ഥനയോടെ സത്യാന്വേഷി ദ്വൈതാവസ്ഥയ്ക്ക് അതീതമായ നിത്യമായ സത്യത്തെ സാക്ഷാത്കരിച്ച് അദ്വൈതിയാകുന്നു. അവിടെ സത്യാന്വേഷി സത്യം എന്നീ ദ്വന്ദ്ങ്ങളില്ലാതാവുന്നു. ജ്ഞാനത്തെ അന്വേഷിക്കുന്ന ജ്ഞാന ജിജ്ഞാസു ജ്ഞാനം തന്നെയായി മാറുന്നു. അവിടെ ജ്ഞാതാവും ജ്ഞേയവുമില്ല, ഉള്ളത് ജ്ഞാനം മാത്രം. ഉപ്പുവാവ കടലിൻ്റെ ആഴളക്കാൻ ഇറങ്ങിയാലുള്ള അവസ്ഥ എന്താണോ അത് തന്നെയാണ് ബ്രഹ്മജിജ്ഞാസുവിന് ബ്രഹ്മാനന്ദാനുഭൂതിയിൽ ഉണ്ടാവുന്നത്. ഇരുളിനും വെളിവിനും അതീതമായ അവസ്ഥയിലെ അനുപമേയമായ അവസ്ഥ സത്യമല്ല, അസത്യവുമല്ല, അത് സച്ചിദാനന്ദാമൃതമാണ്. ഓം ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷന്നഭാവൃടു സത്യധർമായ ദൃഷ്ടയേ. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യമതിന്മുഖം തുറക്കുക നീ ഭൂഷൻ സത്യധർമ്മന്നു കാണുവാൻ. ഗുരുപാദങ്ങളിൽ എൻ്റെ വിനീത പ്രണാമം. കാരുണ്യക്കടലായ ഗുരുവിൻ്റെ അനുഗ്രഹവർഷം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭക്തിപൂർവ്വം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവും തത്സത്വം.